സ്വലാത്തില്ലാതെ നമുക്ക് സ്വർഗമില്ല, സ്വലാത്തില്ലാതെ നമുക്ക് രക്ഷയില്ല, സ്വലാത്തില്ലാതെ നമുക്ക് വിജയമില്ല, സ്വലാത്തില്ലാതെ നമുക്ക് ജീവനില്ല, ജീവിതമില്ല, ശ്വാസമില്ല, നിശ്വാസമില്ല. സ്വലാത്തില്ലാതെ നമുക്ക് അനക്കമില്ല, സ്വലാത്തില്ലാതെ നമുക്ക് അടക്കമില്ല. അതുകൊണ്ട് സ്വലാത്തിനൊരു കുറവും വരുത്തരുത്. ഈ കടലിലേക്ക് പോയി പങ്കായം പിടിച്ച് തഴമ്പിച്ച കരങ്ങളുള്ള താനൂരിലെ തിരൂരിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മത്സ്യം നിങ്ങൾക്ക് കുറവാണോ? നിങ്ങൾക്ക് ഏത് സമയത്താണ് കടൽ വിഭവങ്ങളുടെ കമ്മി നിങ്ങൾ അനുഭവപ്പെടുന്നത്? സ്വലാത്ത് വർദ്ധിപ്പിച്ചോ, അല്ലാഹു നിങ്ങൾക്കത് തരും, സംശയമില്ല. കടത്തിന്റെ മേൽ കടമായി കഷ്ടപ്പെടുന്നവരാരാണോ അവരും മുടങ്ങാതെ ചൊല്ലിക്കോ പ്രവാചകന്റെ പേരിലുള്ള സ്വലാത്ത്. ആ സ്വലാത്താ നമ്മുടെ ലഹരി, ആ സ്വലാത്താ നമ്മുടെ സർവ്വതു, ആ സ്വലാത്താ നമ്മുടെ സുഖം, ആ സ്വലാത്താ നമ്മുടെ ആശ്വാസം, ആ സ്വലാത്താ നമ്മുടെ ആശ്വാസം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വലാത്തിന് കുറവ് വരുത്തണ്ട. അവിടെ നിന്ന് പഠിപ്പിക്കുന്ന വാക്കെന്തെന്നറിയോ? മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അറിയുമല്ലോ, പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുയായിയായ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയായ, ലോകം ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിന്റെ മഹാനായ മഹാത്മജി പോലും ഇന്ത്യ രാജ്യത്ത് ഭരണം വേണമെങ്കിൽ ഉമറിന്റെ ഭരണമാണ് വേണ്ടതെന്ന് പറയത്തക്ക വണ്ണം അറേബ്യയുടെ ഭരണാധികാരിയായി ഖലീഫയായി അവരോധിക്കപ്പെട്ട് ലോകം മുഴുവനും നീതി എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്ത ഖത്താബിന്റെ ഹംദമയുടെ പൊന്നുമോന് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ നിന്ന് ഖുത്ബ ഓതുമ്പോൾ ഈ ആയത്ത് ഓതുകയാ: ഔറസ്നൽ കിതാബല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി വമിൻഹും മുഖ്തസിദ് വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്. ഈ ആയത്ത് ഓതിയിട്ട് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞ വാക്കെന്തെന്നറിയോ? തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാ, ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വാക്കാ നമുക്ക് ആശ്വാസം തോന്നുന്നത്, ആ വാക്കുകളാ നമുക്ക് സമാധാനം നൽകുന്നത്. ഉമർ തങ്ങൾ പറയുകയാണ്: സാബിഖുനാ സാബിഖൂ, നന്മയിൽ മുന്നേറിയവർ സ്വർഗത്തിലും മുന്നേറിയവരാ, അവരാണ് പടച്ചതമ്പുരാന്റെ സ്വർഗത്തിലും ആദ്യം പോകുന്നത്. കൈകൊണ്ട് തൊട്ടാ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ സുഖലോലുപ സ്വർഗ, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത നയനാനന്ദകരവും ഒരു കാതും കേട്ടിട്ടില്ലാത്ത കരുണാനന്ദകരവും ഒരു ഹൃദയത്തിൽ ഇന്നേ വരെ ഉദിക്കാത്ത ഹൃദ്യമായ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിന്റെ സുന്ദരമായ പറുദീസയുടെ ഉള്ളറകളിലേക്ക് കടന്നു പോകുന്നവര് ഇവിടെ നന്മയിൽ മുന്നേറിയവര് തന്നെയാണെന്ന് ഉമർതങ്ങൾ പറഞ്ഞപ്പോൾ രണ്ടാമത്തെ വിഭാഗത്തെ എണ്ണിയിട്ട് ഉമർതങ്ങൾ പറയുകയാണ്: മുഖ്തസിദുനാ നാജി, മുൻകടന്നു പോയവരുടെ പിന്നിൽ രക്ഷപ്പെട്ട ഒരു വിഭാഗമുണ്ട്. അവര് മിഡിൽ ലെവലിലുള്ളവരാ, അവര് മധ്യനിലപാട് സ്വീകരിച്ചവരാ. എന്നാൽ മൂന്നാമതൊരു വിഭാഗമുണ്ടല്ലോ, നമ്മുടെ ഖുർആനിന്റെ അനന്തരാവകാശികളിൽ പാപികളായ തെമ്മാടികളായ താന്തോന്നികളായ ആളുകളുണ്ടല്ലോ, അവരെ അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിയൂല. അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുന്നതാ, അവർക്ക് അല്ലാഹു മാപ്പ് കൊടുക്കുന്നതാ. ഈ ഒരു വാക്കാണ് സഹോദരങ്ങളെ ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. നമുക്ക് എപ്പോഴും പോസിറ്റീവ് എനർജി കിട്ടുന്നത് ഈ ഒരു വാക്കാ. അതുകൊണ്ട് ആരും നശിച്ചു പോയി എന്ന് ചിന്തിക്കണ്ട. ഈ കടപ്പുറത്തിരുന്ന് ചീട്ട് കളിക്കുന്നവനെ എഴുതി തള്ളണ്ട. കള്ളുകുപ്പിയുമായിട്ട് കടപ്പുറത്ത് വന്നിട്ട് കള്ളുകുപ്പി പൊട്ടിച്ചിട്ട് കള്ളു കുടിച്ചിട്ട് പേപ്പട്ടികളെ പോലെ കിടക്കുന്ന ആളുകള്, എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൽ നിന്നവര് പുറത്താണ്. ഇവര് കൊള്ളാത്തവന്മാരാണ്, സമൂഹത്തിൽ വെറുക്കപ്പെടേണ്ടവരാണെന്ന് പറഞ്ഞ് പടിയടച്ച് പിണ്ടം വെക്കണ്ട. ഒരു വേള ഇരുന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്താ കാരുണ്യത്തിന്റെ നിറകുടമായ അല്ലാഹ്, സൃഷ്ടികളുടെ വേദനകൾ കേൾക്കുന്ന അല്ലാഹ്, അലിവ് അടിമകളോട് കാണിക്കുന്ന അല്ലാഹ്, കനിവ് തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് തന്റെ ജനതയോട് കാണിക്കുന്ന കാരുണ്യവാനായ അല്ലാഹ്, അവന് പുറത്തു കൊടുക്കുമെന്നതിൽ സംശയമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്കൊന്ന് ചിന്തിക്കാം. വിശുദ്ധ ഖുർആനിന്റെ അവകാശികള്, ഒന്ന് ളാലിമാണ്, അവൻ അക്രമിയാണ്. രണ്ടാമത്തേത് മിഡിൽ ലെവലിലുള്ള മധ്യനിലപാട് സ്വീകരിച്ചവനാ. മൂന്നാമത്തേത്
മുൻകടന്നവനാണ്, അറിവുകളിൽ നന്മകളിൽ മുന്നേറിയവനാണ്. ഈ 3 കൂട്ടം ആളുകളുടെ ഉദാഹരണം നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോഴേ നമ്മൾ ചിന്തിക്കൂ, നമ്മൾ ഏത് വിഭാഗത്തിലാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ലാലിമിന്റെ അടയാളം എന്താണ്? ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കണേ. ലാലിമിനെ ആദ്യം അല്ലാഹു പറഞ്ഞു. എന്താ കാര്യം എന്നറിയോ? ലാലിമിനെ അല്ലാഹു ആദ്യം പറയാനുള്ള കാരണം എന്താണ്? ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ലാലിമീങ്ങളാണ്. ഞാൻ അടയാളം പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും, പടച്ചോനെ ഞാനതിലാണല്ലോ. അപ്പൊ അടുത്ത ആള് പറയും ഞാനും അതിലാണല്ലോ. 60% ആളുകളും ലാലിമീങ്ങളാണ്. രണ്ടാമത്തേത് മുഖ്തസിദ്. അതിന്റെ അടയാളങ്ങൾ പറയുമ്പോ ചിന്തിക്കും, പടച്ചവനെ നന്നേ കുറവാണല്ലോ നമ്മുടെ നാട്ടില്, നമ്മുടെ സമുദായത്തില്. അതൊരു 30% ഉള്ളൂ. 90 ആയില്ലേ? ഇനി മൂന്നാമതൊരു വിഭാഗമുണ്ട്, സാബിഖും ബിൽ ഖൈറാത്ത്. അത് 10% ഉള്ളൂ. വളരെ വിരളമാണ്, തുലോം തുച്ഛമാണ്. നമുക്ക് ഈ ഒരു കാറ്റഗറി അള്ളാഹു പരിചയപ്പെടുത്തിയതിന്റെ ഹിക്മത്തും അത് തന്നെയാണ്. ആദ്യം ഒത്തിരി ആളുകളുള്ള ഒരു സമൂഹത്തെ പറഞ്ഞു ലാലിം. രണ്ടാമത് മുഖ്തസിദ് എന്നാ പറഞ്ഞത്. അവര് അല്പം കുറഞ്ഞ ആളുകളാണ്. ഗ്രേഡ് കൂടുതലാണെങ്കിൽ ക്വാണ്ടിറ്റി കുറവാണ്, ക്വാളിറ്റി കൂടുതലാണ്. ക്വാണ്ടിറ്റി കുറവാണ്, ക്വാളിറ്റി കൂടുതലാണ്. മൂന്നാമത് വളരെ വളരെ കുറഞ്ഞ ഒരു വിഭാഗം ആളുകൾ, അവരുടെ ക്വാണ്ടിറ്റി ഏറ്റവും വലിയ ക്വാണ്ടിറ്റി അല്ല, ക്വാണ്ടിറ്റി വളരെ കുറവ്. അപ്പൊ നമുക്കൊന്ന് ചിന്തിക്കാം, അല്ലാഹു ലാലിം എന്ന് പറഞ്ഞവന്റെ അടയാളം എന്താണ്? അപ്പൊ നമ്മൾ ചിന്തിക്കും, പടച്ചോനെ ഇതിൽ ഞാൻ പെട്ടല്ലോ. ഞാനെന്ന് പറഞ്ഞാൽ ഒന്നാമത് ഞാനാ. നിങ്ങൾ പറയും ഉസ്താദ് വിനയം കൊണ്ട് പറയുന്നതാ. ഞാൻ ആരാന്ന് എല്ലാരെക്കാളും എനിക്കറിയാം. എന്നെക്കാൾ എന്റെ പടച്ചോനും അറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ വിനയത്തിനു വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വിനയ കുനീലനാകാൻ വേണ്ടിയിട്ട് പറയുന്നതൊന്നും അല്ല. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ വിഭാഗം അള്ളാഹു പരിചയപ്പെടുത്തുന്നു, ലാലിം എന്ന വിഭാഗമാണ്. അവന്റെ അടയാളം എന്തെന്നറിയോ? ഞാൻ അടയാളം പറയാം. ആ അടയാളം പറയുമ്പോ ഓരോരുത്തരും ഇടനെഞ്ചിലേക്ക് തങ്ങളുടെ ആ മസ്തിഷ്കത്തെ ഇടനെഞ്ചിലേക്കൊന്ന് ചേർത്തു വെക്കാൻ, ചിന്ത മുഴുവനും ഇടനെഞ്ചിലേക്ക് കൊണ്ടുവന്ന്, പടച്ചവനെ ഞാൻ ഈ വിഭാഗത്തിലാണല്ലോ, വിശുദ്ധ ഖുർആനിന്റെ അനന്തരാവകാശിയാണെങ്കിൽ പോലും ഞാൻ ഈ കാറ്റഗറിയിലാണല്ലോ എന്ന ഒരു ബോധം നമുക്ക് ഉണ്ടായിട്ടെന്ന് മാറാൻ നമ്മൾ തുടക്കം കുറിക്കണം. അതിന് ഈ രാത്രി കാരണമാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ. നല്ല രാത്രിയാ, വെള്ളിയാഴ്ച രാവ്, നമുക്ക് ഒത്തിരി ദ്വാരക്കാനും ഉണ്ട്. എന്താണ് അടയാളം എന്നറിയോ? അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ വിഭാഗത്തിന്റെ അടയാളം എന്തെന്നറിയോ സഹോദരങ്ങളെ? അവര് ആരാണ്? അവരുടെ അടയാളം എന്താണ്? നിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, സഹോദരിമാര്, സ്വന്തത്തോട് നമ്മളൊന്ന് ആത്മപരിശോധന നടത്തിയിട്ട്, ഒരു വിചിന്തനം നടത്തിയിട്ട് തീരുമാനമെടുക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവര് ആരാണെന്നറിയോ? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിനെ വിശദീകരിക്കുന്ന മുഫസ്സിരീങ്ങളെ രേഖപ്പെടുത്തുകയാ. ലാലിമുൽ ലിനഫ്സിഹി എന്ന് പറയുന്ന സ്വന്തത്തോട് ദുൽമ കാണിച്ചവൻ ആരാണെന്നറിയോ? അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളുണ്ടല്ലോ, കള്ളുകുടി അള്ളാഹു ഹറാമാക്കിയതാ, പലിശ പടച്ചവന് ഹറാമാക്കിയതാ. അങ്ങനെ അള്ളാഹു ഹറാമാക്കിയ പ്രവർത്തനങ്ങളിൽ ചില പ്രവർത്തനങ്ങൾ അവന് ചെയ്യുന്നവനാ. എല്ലാം ചെയ്യണമെന്നില്ല, ചിലതെങ്കിലും ചെയ്തിട്ടുണ്ടോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? എന്നാ നിന്റെ പേര് ലാലിം എന്നാണ്. രണ്ടാമത്തെ അടയാളം ഏതെന്നറിയോ? അള്ളാഹു നിർബന്ധമാക്കിയ അമലുകളുണ്ടല്ലോ, ആ അമലുകൾ നമസ്കാരമായാലും നോമ്പായാലും സക്കാത്തായാലും ഹജ്ജായാലും ഉംറയായാലും പാവങ്ങളെ സഹായിക്കലായാലും അള്ളാഹു നിർബന്ധമാക്കിയ കടമകളുണ്ടല്ലോ, ആ കടമകളും കടപ്പാടുകളും പൂർത്തീകരിക്കുന്നതിൽ ചിലപ്പോഴൊക്കെ നമ്മൾ വീഴ്ച വരുത്തിയവരാ. നിസ്കാരം പലപ്പോഴും നമ്മൾ ഒഴിവാക്കിയവരാ. ചിലപ്പോ നിസ്കാരം വളരെ കൃത്യമായി നിർവഹിക്കുന്നവരാണ്, സക്കാത്തിന്റെ വിഷയത്തിൽ അവർ വീഴ്ച വരുത്തുന്നവരാണ്. കാരണം എന്തെന്നറിയോ? സക്കാത്ത് എന്ന് പറയുന്നത് സമ്പത്ത് വിനിയോഗിക്കുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട്
അതിൽ വലിയ ഒരു താല്പര്യം കാണിക്കുന്നില്ല. ചില ആളുകൾ സക്കാത്തും കൊടുക്കും, പക്ഷേ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് ഹജ്ജിന് പോകാൻ അവർക്ക് മടിയാണ്. എന്നാൽ ചില ആളുകൾ ഹജ്ജിനും പോകാൻ തയ്യാറാണ്. ആയുസിൽ ഒരിക്കലല്ലേ ഹജ്ജുള്ളൂ, ആയുസിൽ ഒരൊറ്റ വട്ടമല്ലേ ഉംറയുള്ളൂ. അതുകൊണ്ട് ഞാൻ അതും നിർവഹിക്കുന്നു. പക്ഷേ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കാൻ എന്നെ കിട്ടൂല. കാരണം കഠിനമായ ചൂടല്ലേ, ശക്തമായ ചൂടല്ലേ. ഈ ചൂട് സമയത്ത് ഞാൻ എങ്ങനെയാണ് വെള്ളം കുടിക്കാതിരിക്കുക? വിശക്കുന്ന എനിക്ക് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റുക? അതുകൊണ്ട് ഞാനിതാ നോമ്പ് വിടുകയാണെന്ന് ചിന്തിക്കുന്ന ചിലരെങ്കിലും കാണുമല്ലോ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഖുർആനിന്റെ അനന്തരാവകാശികള് ഒന്നാമത്തെ വിഭാഗമായ ലാലി പങ്കുവെച്ചു. വെളിയങ്കോട് പള്ളി ഞങ്ങളുടേതാന്ന് പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞു. ഈ നാട്ടിൽ, ഈ രാജ്യത്ത് ഒരു നിസ്കാരവും വേണ്ട, അത് ഏറ്റുപിടിച്ച് ലോകരാജ്യങ്ങൾ മുഴുവനും സമ്മതിച്ചു. ഇനി നിസ്കരിക്കുന്നവരൊക്കെ വെടിവെച്ചു കൊല്ലണമെന്ന് തീരുമാനമെടുത്തു. അങ്ങനെ ഈ ലോകത്ത് സുജൂദ് ചെയ്യാൻ ഒരാളും ഉണ്ടായില്ല. മദ്രസ എന്ന് പറയുന്ന ഒന്നുമില്ല. ഖുർആനൊക്കെ അങ്ങോട്ട് കരിച്ചു കളഞ്ഞു. എല്ലാ ഇസ്ലാമിന്റെ ചൈതന്യം അങ്ങോട്ട് പ്രഭയും മങ്ങിപ്പോയാലും എന്റെ പടച്ചോന് ഒന്നും സംഭവിക്കാനില്ല. അള്ളാഹ്ക്ക് ഒന്നും സംഭവിക്കാനില്ല. ഇത് തിരിച്ചു ചിന്തിച്ചേ. കാറ്റ് മാറി വീശി, കാറ്റ് മാറി വീശി, ലോകത്തെ തകർക്കപ്പെട്ട പള്ളികളെല്ലാം തിരിച്ചു വന്നു. ഫലസ്തീൻ ഇസ്രയേലിന്റെ കയ്യിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് തിരിച്ചു കിട്ടി. പ്രിയപ്പെട്ടവരെ, ബാബരി മസ്ജിദ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അവിടെ തന്നെ പണി കഴിപ്പിക്കപ്പെട്ടു. അതുപോലെ തന്നെ നമ്മുടെ പള്ളികളിൽ അവകാശം പറഞ്ഞു വരാൻ ഒരു വർഗീയവാദികളും ഉണ്ടായില്ല. എല്ലാ സ്ഥലങ്ങളിലും പള്ളികളിലും ദുആകൾ നടക്കാൻ തുടങ്ങി. മദ്രസകളിൽ മജ്ലിസുന്നൂറുകൾ നടക്കാൻ തുടങ്ങി. എല്ലാ സ്ഥലത്തും സ്വലാത്ത് മജ്ലിസുകളാണ്, ദിക്ർ ഹൽഖകളാണ്. എവിടെയും നോമ്പാണ്, എവിടെയും ഇബാദത്താണ്, എവിടെയും ഉറൂസാണ്, എവിടെയും മൗലിദാണ്, എവിടെയും ദിക്റിനോട് ദിക്റാണ്, എവിടെയും മുഴങ്ങി കേൾക്കുന്നത് പടച്ചവന്റെ തക്ബീറാ. അങ്ങനെയാണെങ്കിൽ ഒരു നിമിഷം ചിന്തിച്ചു നോക്കണേ പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ സ്ഥാനമാനങ്ങൾക്ക് എന്തെങ്കിലും ഉയർച്ചയുണ്ടോ? ഇല്ല, ഇല്ല. അള്ളാഹുവിന്റെ കിബിരിയാ ഇനി യാതൊരു ഉയർച്ചയുമില്ല. അള്ളാഹുവിന് വളർച്ചയില്ല, പടച്ചവന്റെ ഉയർച്ചയുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം അടിമകളായ നമുക്കാ. അതുകൊണ്ടാ നമസ്കരിച്ചില്ലെങ്കിൽ ആർക്കാണ് കുറ്റം? നിനക്ക് തന്നെയാ. നിസ്കരിച്ചില്ലെന്ന് കരുതിയിട്ട് റബ്ബിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നോമ്പ് പിടിച്ചില്ലെന്ന് കരുതിയിട്ട് എന്റെ പടച്ചോന് ഒന്നും സംഭവിക്കുന്നില്ല. എനിക്കാ ദോഷമുള്ളത്. അതാണ് അല്ലാഹ് പറഞ്ഞത്, ഫമിൻഹും ളാലിമുൽ ലിനഫ്സിഹി. കള്ളു കുടിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കാണ് കേട്. അത് കരളടിച്ചു പോകുമെന്ന കേടല്ല. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങളെ വിളിച്ചു കൊണ്ടുവരുമ്പോ എനിക്കും നിങ്ങൾക്കും ആകെ പ്രതീക്ഷ നമ്മുടെ കാരുണ്യത്തിന്റെ നായകൻ, അജയ്യനായ അമരക്കാരൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധമായ ഖബർ, പരിശുദ്ധമായ സ്വർഗ്ഗത്തിൽ വെച്ച് മഹ്ശറയിൽ വെച്ച് കാണാമെന്നല്ലേ. പക്ഷേ കള്ളു കുടിച്ചവരെ കടപ്പുറത്ത് അറബിക്കടലിന്റെ തിരമാലകൾ അലതല്ലുമ്പോൾ കരയോട് മുത്തം കൊടുത്ത് കടലിന്റെ തിരമാലകൾ, പർവ്വത സമാനമായ തിരമാലകൾ തിരിച്ചു പോകുമ്പോ കള്ളുകുപ്പി പൊട്ടിച്ചിട്ട് കള്ളു കുടിക്കുന്നവരെ അല്ലാഹുവിന് യാതൊരു നഷ്ടവുമില്ല. നിന്റെ കരളും കൂമ്പും വാടും എന്നത് ശാരീരികമാണ്. പക്ഷേ നിനക്ക് അല്ലാഹു തരുന്ന ഏറ്റവും വലിയ ശിക്ഷ നരകത്തിന്റെ ശിക്ഷയല്ല. നിനക്കല്ല തരുന്നത്, നീ കുടിച്ച കള്ളുകുപ്പികൾ നിന്റെ തോളപ്പ് കഴുത്തിൽ തൂക്കിയിട്ട് അല്ലാഹു നിന്റെ കണ്ണുകളെ നീല കണ്ണുകളാക്കി, നിന്റെ നാവ് താഴേക്ക് പേയ് പിടിച്ച നായ്ക്കളെ പോലെ നീണ്ടിറങ്ങി നിന്റെ നാവിലൂടെ ഉമിനീരിത്തിട്ട് വീഴുമ്പോ നരകത്തിലുള്ള ആളുകൾ പോലെ ദുർഗന്ധം വമിക്കുന്നു എന്ന് പറഞ്ഞ് മൂക്ക് പൊത്തിപ്പോകുന്ന നിലയിൽ അല്ലാഹ് നിന്നെ പരീക്ഷിക്കുമെന്ന് റസൂൽ പഠിപ്പിച്ചല്ലോ. തീനത്തുൽ ഖബാലിൽ നിന്ന് നിന്നെ കുടിപ്പിക്കുമെന്ന് പറഞ്ഞല്ലോ. വ്യഭിചാരിണികളായ സ്ത്രീകളുടെ രഹസ്യ അവയവത്തിൽ നിന്ന് നാളെ നരകത്തിൽ ഒലിച്ചിറങ്ങുന്ന ദ്രാവകം പോലെ നിന്നെ കുടിപ്പിക്കുമെന്ന് പഠിപ്പിച്ചില്ലേ മദ്യപാനിയായ ചെറുപ്പക്കാരാ? ഇതെല്ലാം നിനക്കല്ല തരുന്ന ശിക്ഷയാണ്. പക്ഷേ പൊന്നുമോനെ, ഇതിനേക്കാൾ അപ്പുറത്ത് ഒരു ശിക്ഷ നിനക്കല്ല തരുന്നുണ്ട്. ആ ശിക്ഷ ഏതാണ്? മനുഷ്യരിബ ഖംറൻ മുസ്കിറൻ മുസ്തഹില്ലൻ ബഅദ തഹരീമിഹി വലം യതുബ് വലം യൻസ ഫലൈസ മിന്നീ
വലാ അന മിൻഹു യൗമൽ ഖിയാമ. ആരെങ്കിലും അറിഞ്ഞു വെച്ച് ഒരു തുള്ളി മദ്യം കുടിച്ചാൽ, എന്റെ പ്രിയപ്പെട്ട കടപ്പുറത്തെ സമൂഹമേ, ആരെങ്കിലും ഒരു തുള്ളി മദ്യം കുടിക്കുന്ന പക്ഷം അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഒരു ചാൺ മുകളിൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പുത്തറ താപം കൊണ്ട് വിറയ്ക്കുന്ന മഹിഷറ, ആ മഹിഷറാവൻ സഭയില് വലൈസ മിന്നീ വലാ അന മിൻഹു യൗമൽ ഖിയാമ. ഞാൻ അവനിൽ പെട്ടവനല്ല, അവൻ എന്നിൽ പെട്ടവനല്ല, ഞാനും അവനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇതാരാണ് പറയുന്നത് എന്റെ സഹോദര? ഇതാരാണ് പറയുന്നത്? ഏത് തെമ്മാടിയെയും കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന നമ്മുടെ നായകൻ, ലോകത്തിന്റെ നായകൻ ഷാഫിആയ നബിയേ മുഹമ്മദ് മുസ്തഫ. അവിടുന്ന് പറയുന്നു, ഞാൻ ഇവനെ മൈൻഡ് ചെയ്യില്ല, ഇവനുമായിട്ട് ഞാനൊരു ബന്ധമില്ല. ആ നിലയിൽ അല്ലാഹു നിന്നെ പരീക്ഷിക്കുമല്ലോ ചെറുപ്പക്കാരാ. ഇത് നിനക്കല്ലേ ദോഷം, അല്ലാഹുക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ? പലിശ വാങ്ങുന്നവൻ സമുദായത്തിൽ കൂടിക്കൊണ്ടിരിക്കാൻ, പലിശക്കാരൻ സമുദായത്തിൽ കൂടിക്കൊണ്ടിരിക്കാൻ. ഹാജിയാക്കന്മാരെല്ലാം അതിന് ഒഴിവല്ല, തൊപ്പി വെച്ചത് എല്ലാവരും അതിന് ഒഴിവല്ല. മുസ്ലിയാക്കന്മാരിൽ പലരും പലിശയ്ക്ക് കൊടുക്കുന്നുണ്ട്. മുസ്ലിയാക്കന്മാരും പറഞ്ഞാൽ എന്താ സംഭവിക്കുക? മൂക്കി കയറ്റിക്കളയും. മൂക്കി കയറ്റിയാൽ വലിച്ച കയറുന്ന അത്രയും വലിയ മൂക്കാർക്കുള്ളത്. പലിശയ്ക്ക് കൊടുക്കുന്ന മൗലിയാക്കന്മാരുണ്ട്. നിങ്ങൾ നാളെ പറയണ്ട ഞാൻ മൗലിയാക്കന്മാരെ അധിക്ഷേപിച്ചു എന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകൾ, അത് മൗലിയാരായാലും ശരി, ഖാളിയായാലും ശരി, അത് ഖതീബായാലും ശരി, മുദരിസായാലും ശരി, പ്രഭാഷകനായാലും ശരി, അത് ഹാജിയാരായാലും ശരി, അത് പള്ളിക്കമ്മറ്റിക്കാരനായാലും ശരി, പലിശക്കാരന്റെ അവസ്ഥ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണ്? പലിശക്കാരന് നമ്മൾ കൊടുക്കുന്ന മിതപ്പലിശ, അമിത പലിശ, വട്ടിപ്പലിശ, ബ്ലേഡ് പലിശ, ആ പലിശ, ഈ പലിശ, എന്നാ പലിശയ്ക്ക് നമ്മൾ കൊടുക്കുന്ന പേരുകളൊക്കെ അവിടെ നിൽക്കട്ടെ. അള്ളാന്റെ റസൂല് പറഞ്ഞു 73 പാർട്ടാണ് പലിശ. 73 പാർട്ട് പഠിച്ചു വെച്ചോ. 1000 കൊണ്ട് 1000 രൂപ ആണല്ലോ, തരാം 1000 രൂപ, ബിസ്മില്ലാ ഇരിക്കട്ടെ. തിരിച്ച് നല്ലപോലെ കാണണം. എന്നിട്ട് കൊണ്ട് കൊടുക്കും 1100 വാങ്ങുന്നവൻ. നമ്മൾ പറയും, ഈ 1000 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് എന്തെല്ലാം ചെയ്യാൻ, ഞാൻ അതിന്റെ ഒരു ലാഭവിഹിതമല്ലേ വാങ്ങുന്നുള്ളൂ. എന്തൊക്കെ മനോഹരമായ പേരുകളാണ്. നമുക്ക് തോന്നിയതുപോലെ ഉണ്ടാക്കാൻ പറ്റിയതല്ലല്ലോ പരിശുദ്ധ ഇസ്ലാം. അല്ലാഹു തആല വരച്ച് കാണിച്ചത് പേനയെടുത്തു, ഏടുണങ്ങി, ഇനി അതിൽ കൈകടത്തലുകൾക്ക് ഒരിക്കലും സാധ്യമല്ലല്ലോ. പലിശ വാങ്ങുന്ന ഒരുത്തൻ അല്ലാഹു തആല പറയുന്നു 73 ശാഖകളാണ് പലിശക്കുള്ളത്. 73ാമത്തെ ഏറ്റവും താഴെ തട്ടിലുള്ള ശാഖയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താണെന്നറിയോ? ഒന്നാമത്തത് അവിടെ നിൽക്കട്ടെ, 2 മുതൽ 72 വരെയുള്ള ശിക്ഷകൾ അവിടെ നിൽക്കട്ടെ. അതൊക്കെ ക്രൂരമാണ്, കഠിനമാണ്. 73ാമത്തെ ഭാഗം ശാഖയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ മിസ്ലു അൻ യൻകിഹ റജുലു ഉമ്മ. അതാണ് ശിക്ഷ. എന്താ അർത്ഥം? മിസ്ലു അൻ യൻകിഹ റജുലു ഉമ്മ. ഇത് കേട്ടിട്ടെങ്കിലും പലിശയുമായി ബന്ധപ്പെടുന്നവരെ നിർത്തിക്കൊള്ളു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മിസ്ലു അൻ യൻകിഹ റജുലു ഉമ്മ. സ്വന്തം മാതാവിനെ ശാരീരികമായി ഉപദ്രവിക്കുന്ന, സ്വന്തം മാതാവിനെ ശാരീരികമായി ഉപയോഗിക്കുന്ന മകന് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയാണ് എന്ന് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ അവിടെ പരിസാലപ്പിന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പലിശ വാങ്ങി എന്ന് കരുതി കേട്ട് പടച്ചോരൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ലാലിമുല്ലി നഫ്സിഹി. നിനക്കാണ് അതിന്റെ കേട്, നിനക്കാണ് അതിന്റെ കേട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരു വഖത്ത് നിസ്കാരം ഖലാക്കുന്നവൻ, ഒരു നോമ്പ് വിടുന്നവൻ, ഹജ്ജിന് സാമ്പത്തിക ശേഷി ഉണ്ടായിട്ട് പോകാതിരിക്കുന്നവൻ, സമ്പത്ത് കോടിക്കണക്കിനുണ്ടായിട്ട് പാവപ്പെട്ടവന് ചട്ടക്കൂരയിൽ, ആ ചട്ടക്കൂരയിൽ പട്ടിണി കിടക്കുമ്പോൾ സക്കാത്ത് വാങ്ങാൻ അർഹനാണെന്നറിഞ്ഞിട്ടും വയറ് നിറച്ചിട്ട് മൃഷ്ടാന്ന ഭോജനം നടത്തി തന്റെ പ്രിയപ്പെട്ട പെൺമക്കളുടെ കല്യാണത്തിന് 50 ലക്ഷത്തിന്റെ വലിയ വലിയ പന്തലിട്ട് 100 പവനും 200 പവനും 5 കിലോയും 10 കിലോയും സ്വർണ്ണാഭരണം ധരിപ്പിച്ച് തന്റെ പ്രിയപ്പെട്ട മകളെ കല്യാണത്തിന്റെ പന്തലിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്ന വലിയ വലിയ ദാടിയുള്ള നിസ്കാരത്തടമ്പുള്ള മുസ്ലിമേ,
നിനക്കാണ് കേട്, അള്ളാഹുവിനൊന്നും സംഭവിക്കാനില്ല. അതുകൊണ്ട് ലാലിമീങ്ങൾ എന്ന് പറയുന്ന വിഭാഗം നിർബന്ധമായതിൽ പലതും ഉപേക്ഷിക്കും, ഹറാമായ പലതും ചെയ്യും. അവൻ ഖുർആന്റെ ആളല്ല എന്ന് പറയാൻ പറ്റൂല, ഖുർആന്റെ ആളാ. പക്ഷെ ഒന്നാമത്തെ വിഭാഗം ആളാണ് ലാലിമുല്ലി നഫ്സിഹി എന്ന ആ വിഭാഗത്തിൽപ്പെട്ടവനാണ്. ഇവന് നാളെ പരലോകത്ത് നേരിടുന്ന അവസ്ഥ എന്താണെന്നറിയോ? ഞാൻ ചുരുക്കി പറയാൻ, ഇവൻ പരലോകത്ത് നേരിടുന്നത് മഹാന്മാര് പറയുകയാണ്, വഹും യുഹാസബൂന ഫീ തൂലിൽ ഹശ്രി. നാളെ പരലോകത്തിയവന് നീണ്ട കാലത്തോളം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ആ കോടതിയിൽ നിൽക്കേണ്ടി വരുന്നതാണ്. പടച്ചവന്റെ കോടതിയിൽ നിൽക്കേണ്ടി വരുന്നവനാണ്. അള്ളാന്റെ കോടതിയിൽ അവന് നിൽക്കേണ്ടി വരും. എത്ര കാലമെന്നറിയോ? ഫീ തൂലിൽ ഹശ്രി. അവന് ദീർഘനാള് മഹ്ശറയിൽ നിൽക്കേണ്ടി വരുന്നതാ. ഇന്നത്തെ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇന്ന് പാലക്കാട് ജില്ലയിലെ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഞങ്ങളുടെ നാട്ടിൽ അറിയുമല്ലോ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ളത് പാലക്കാട് ജില്ലയിലാ. രണ്ടാമത് ഏറ്റവും കൂടുതൽ ചൂടുള്ള പ്രദേശം കൊല്ലം ജില്ലയിലെ പുനലൂരിലാണ്. പാലക്കാട് ജില്ലക്കാരനായ സഹോദരൻ വൈകുന്നേരം എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞത്, ഞങ്ങളുടെ നാട്ടിലെ ഡിഗ്രി 45 കഴിഞ്ഞിരിക്കുകയാണ്. ചൂട് 45 ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നു. ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, വിയർത്തൊലിക്കുകയാണ്, ശരീരം വല്ലാത്തൊരു പുഴുങ്ങലാണ്, നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ചൂട് കഠിനമാണ്. എന്റെ പ്രിയമുള്ളവരെ, നാളെ മഹ്ശറ എന്ന് പറയുന്നത് നിസാരമല്ല. നോക്കണേ പ്രിയപ്പെട്ടവരെ, ഇതൊരു ചാണാണ്, ഇതൊരു അടിയാണ്, ഇതൊരു മുഴമാണ്. എല്ലാവർക്കും അറിയുമല്ലോ സഹോദര, ഒരു ചാൻ മുകളില് സൂര്യൻ അതിന്റെ താപം വിസർജിക്കുകയാണ്. ഒരു ചാൻ മുകളിലെന്ന് പറഞ്ഞാൽ അവന്റെ തള്ളവിരൽ തലയിൽ വെച്ചിട്ട് അവന്റെ ചെറുവിരൽ എവിടെയാണോ എത്തുന്നത് ആ സ്ഥലത്ത് സൂര്യനതാ താപം വിസർജിക്കുകയാ. അടിയിൽ ഇതുപോലുള്ള മണലല്ല, അടിയിൽ കാർപ്പറ്റല്ല, വെള്ളമല്ല. പ്രിയപ്പെട്ടവരെ, അടിയിലെ ടാറല്ല, പിന്നെയോ ചെമ്പുത്തറയാണ്. അല്ലാ, അങ്ങനത്തെ മഹ്ശറയിൽ നമ്മൾ നിൽക്കേണ്ടി വരും. എപ്രകാരമാണ്? ഫീ തൂലിൽ ഹശ്രി. ദീർഘനാള് നമ്മൾ മഹ്ശറയിൽ നിൽക്കേണ്ടി വരും. അല്ലാഹു എല്ലാ വിചാരണയും നടത്തിയിട്ട് നമ്മളെ അവസാനം, പ്രിയപ്പെട്ടവരെ, കലിമയുടെ ആളുകളല്ലേ, ഒരുപക്ഷേ നരകത്തിലെങ്ങാനും ഇടേണ്ടി വന്നാൽ ഇട്ട് അവിടെ നിന്ന് നമ്മളെ കഴുകി ശുദ്ധിയാക്കി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. എന്നായാല് കലിമ പറഞ്ഞവനെ, നിനക്ക് സ്വർഗമാണ്. അങ്ങനെയുള്ള ആളുകളാണ് സ്വർഗത്തിലെത്തിയിട്ട് പറയുന്നത്, അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസന ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ الذي أحلنا دار المقامة من فضله لا يمسنا فيها لغوب فيها نصب ولا يمسنا فيها لغوب. സൂറത്തുൽ ഫാത്തിറിൽ അല്ലാഹ് പറയുകയാണ്, ശബ്ദകോലാഹലങ്ങളില്ലാത്ത, ഒറ്റുകൊടുപ്പും പാരവെപ്പുമില്ലാത്ത, അകറ്റി നിർത്തലും പാരവെപ്പുമില്ലാത്ത ഈ സ്വർഗത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിച്ച അല്ലാഹ് എപ്പോഴാണ്? പടച്ചതമ്പുരാനെ, ഒരുപാട് പ്രയാസങ്ങൾ മാറ്റിയിട്ട സ്വർഗത്തിൽ ഞങ്ങളെ കൊണ്ടുവന്നത്. ആ പ്രയാസം ഏതാണ്? മഹ്ശറയിൽ നിൽക്കുന്ന നൃത്തമാണ്. ചെയ്തു പോയ അപരാധങ്ങളുടെ പേരിൽ നരകത്തിൽ കിടന്ന നരകത്തിന്റെ ശിക്ഷയാണ്. അല്ലാഹുവേ, ഈ സദസ്സിലിരിക്കുന്ന ഞങ്ങളോട് ബന്ധപ്പെട്ടവരെ, ഈ പ്രസംഗം ഇവിടെ നിന്ന് കേൾക്കുന്നവരെ, ലൈവിലൂടെ കാണുന്നവരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളെ, മുസ്ലിം ഉമ്മത്തിനെ ളാലിമീങ്ങളിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ഒന്നാമത്തെ വിഭാഗം, അവരും ഖുർആന്റെ ആളുകളാണ്. പക്ഷെ അവര് ഈ പറയുന്ന രീതിയിൽ ചില ഹറാമ് ചെയ്യും, ചില ഫർള് ഉപേക്ഷിക്കും. അവര് മഹ്ശറയിൽ കുറെ നാൾ നിൽക്കേണ്ടി വരും. അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. ഇനി രണ്ടാമത്തെ വിഭാഗം അല്ലാഹു പരിചയപ്പെടുത്തുന്നത് മധ്യ നിലപാട് സ്വീകരിച്ചവർ, മിഡിൽ ലെവലിലുള്ള ആളുകൾ, മുഖത്തസിദീങ്ങൾ. ഞാൻ പറയുന്നു 30% ആളുകൾ അതിലുള്ളതാണ്. 60 ലാലിമീങ്ങളാണ്. ഞാൻ ഈ പറയുന്ന 30% ആളുകൾ ഈ സദസ്സിൽ ഉണ്ടാവുമോ?
ഉണ്ടാകുവോ? അള്ളാഹു നമ്മളെ അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ 30% ഞാൻ എന്റെ പ്രസംഗത്തിൽ വെള്ളം കുടിക്കാറേ ഇല്ല. കാരണം എന്താണെന്നറിയോ? വെള്ളം കുടിക്കണമെങ്കിൽ ഒന്നെങ്കിൽ പോയിരുന്ന് കുടിക്കണം, നിന്ന് കുടിക്കുന്ന ശരിയല്ല. ആ ഒരു ഫ്ലോ അങ്ങ് പോകും. നിന്ന് കുടിച്ചാൽ ഏതെങ്കിലും സാധാരണ പറയുന്നവര് പറയും ഇയാൾ പ്രസംഗിച്ച് നിന്ന് കുടിച്ചു, അങ്ങനെ പറഞ്ഞു വെച്ചിട്ടൊന്നും സംഭവിക്കാനൊന്നുമില്ല, അങ്ങനെ പേടിയില്ല. പക്ഷെ ഏതെങ്കിലും സാധുക്കൾ ചിന്തിക്കും ഇത് ശരിയാണ് എന്ന് ചിന്തിക്കും. അപ്പൊ നമ്മൾ തെറ്റായ ഒരു സന്ദേശം കൊടുക്കുന്നതുകൊണ്ട് ഞാൻ വെള്ളം കുടിക്കാറില്ല. പക്ഷെ ഇപ്പൊ ഒരാഴ്ച കൊണ്ട് ഈ പ്രസംഗത്തിന്റെ വെള്ളം കുടിച്ചു പോവുക, ചൂടത്രയുള്ളത് കൊണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പരിചയപ്പെടുത്തിയ രണ്ടാമത്തെ വിഭാഗം ആളുകൾ ഒരു അവസരം കൂടെ കിട്ടിയല്ലോ. ബക്കറ്റ് അവര് പറയാതിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ബക്കറ്റ് ഒരു വലിയ ബക്കറ്റാ, ഒന്ന് നിറച്ചു തരണം. മണൽവാരി ഇടണ്ട, പൈസ ഇട്ടിട്ട്. നമ്മുടെ പരിപാടി ഇന്നലെ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് ചെലവുണ്ട്. പന്തലിന്റെ ചെലവൊന്നുമില്ല, പന്തലിന് പിന്നെ ചെലവൊന്നുമില്ല, ഈ സ്റ്റേജിന്റെ ചെലവ് മാത്രമേ ഉള്ളൂ. എന്നാലും ഒരുപാട് ചെലവുള്ളതല്ലേ. എല്ലാവരും ഒരു നല്ല ഹദിയ എടുത്തേ. കടലില് അള്ളാഹു നല്ല മത്സ്യം തരട്ടെ, ഇഷ്ടം പോലെ കിട്ടട്ടെ, കണ്ണും മനസ്സും നിറഞ്ഞ് കിട്ടട്ടെ. കൊണ്ടുവരാൻ കഴിയാത്ത വണ്ണം അള്ളാഹു താല നമുക്ക് കടൽ വിഭവങ്ങളെ അള്ളാഹു നമുക്ക് സുലഭമാക്കി തരട്ടെ. നമ്മുടെ കടങ്ങളൊക്കെ മാറ്റി തരട്ടെ, നമ്മുടെ മുറാദുകളൊക്കെ അള്ളാഹു ഹാസിലാക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ലൊരു ഹദി. ഉസ്താദുമാരെന്ന് വാങ്ങിച്ച പാവങ്ങള് ശമ്പളം കുറവല്ലേ, അവർക്ക് വേറെ സൈഡ് ബിസിനസ്സും വേറെ ഒന്നും ഇല്ലല്ലോ. എന്തായാലും ബറക്കത്തുള്ളതാ. ഈ ബറക്കത്തുണ്ടെന്ന് പറഞ്ഞ് ശമ്പളം കുറയ്ക്കൊന്നും വേണ്ടേ. പെട്രോൾ ഡീസൽ അടിച്ചിട്ട് ബറക്കത്തുണ്ടെന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റൂലല്ലോ. രണ്ടാമത്തെ വിഭാഗം അള്ളാഹു പരിചയപ്പെടുത്തി. രണ്ടാമത്തെ വിഭാഗം മധ്യനിലപാട് സ്വീകരിച്ചവരാണ്, മിഡിൽ ലെവലിലുള്ളവരാണ്. സഹോദരങ്ങളെ, അവരുടെ അടയാളം എന്തെന്നറിയോ? നേരത്തെ പറഞ്ഞത് മറന്നു പോകരുതേ. രണ്ടാമത്തെ വിഭാഗം മധ്യനിലപാട് സ്വീകരിച്ചവരാണ്, മിഡിൽ ലെവലിലുള്ളവരാണ്. അവരുടെ അടയാളം എന്താണെന്നറിയോ? സഹോദരാ, ചിന്തിക്കണേ. നമ്മളിൽ ആരാണ് ആ വിഭാഗത്തിൽ പെട്ടിട്ടുള്ളത്? ആരാണ് ആ വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? ചിന്തിക്കുക. അവര് നിർബന്ധമായ ഒരൊറ്റ കാര്യങ്ങളും ഒഴിവാക്കുന്നവരല്ല. അവര് നിർബന്ധമായ യാതൊന്നും ഒഴിവാക്കുന്നവരല്ല. അള്ളാഹു നിർബന്ധമാണെന്ന് പറഞ്ഞത് ഒന്നുപോലും ജീവിതത്തിൽ അവർ ഒഴിവാക്കിയിട്ടില്ല. നിസ്കാരം അവർ ഒഴിവാക്കിയിട്ടില്ല, നോമ്പ് അവർ ഉപേക്ഷിച്ചിട്ടില്ല. സകാത്ത് കൊടുക്കാൻ അർഹനാണെങ്കിൽ അത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഹജ്ജ് പോകാൻ സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ അവരത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു നിർബന്ധമാക്കിയതൊന്നും അവർ ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷേ അള്ളാഹു സുന്നത്താക്കിയ പല കാര്യങ്ങളും അവർ ഉപേക്ഷിച്ചിട്ടുണ്ട്. അള്ളാഹു സുന്നത്താക്കിയ പല കാര്യങ്ങളും അവർക്ക് വിട്ടുപോയിട്ടുണ്ട്. തലമറക്കല് സുന്നത്താണ്, പലപ്പോഴും നഷ്ടപ്പെട്ടു പോയി. വെള്ളവസ്ത്രം ധരിക്കുന്നത് സുന്നത്താണ്, പലപ്പോഴും നഷ്ടപ്പെട്ടു പോയി. ഇടതുഭാഗത്തേക്ക് മുണ്ടെടുക്കുന്നത് ആദ്യം വലതുഭാഗത്തേക്ക് മുണ്ട് ചേർത്ത് വെച്ചിട്ട് രണ്ടാമത് ആ മുണ്ടിന്റെ കര ഇടതുഭാഗത്ത് വരത്തക്ക നിലയിൽ ഉടുക്കുന്നത് സുന്നത്താ. അത് ഇന്നേ വരെ ചെയ്യാൻ സാധിച്ചിട്ടില്ല ചില ആളുകൾക്ക്. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ സുന്നത്ത് മരിക്കുന്നത് വരെ നമ്മൾ ചെയ്യുന്നതാ, അറിയാതെ നമ്മൾ ചെയ്യുന്നതാ. ജീവിതത്തിൽ ഒരിക്കൽ പോലും മുറിഞ്ഞു പോകാത്തൊരു സുന്നത്തുണ്ട്. ഇന്ന് മുതൽ ചെയ്തോളി. ഞാൻ ഉടുത്തിരിക്കുന്ന സ്ത്രീകൾക്ക് മറ കെട്ടിയിട്ടുണ്ടല്ലേ, കുഴപ്പമില്ലല്ലോ. ജിബ്ബ പോക്കാല്ലേ, പെണ്ണുങ്ങൾ മുണ്ടെടുക്കുന്നവരല്ലല്ലോ. നിങ്ങൾ നോക്കിയ ഈ കര ഈ ഭാഗത്ത് വരണം, ഈ കര ഈ ഭാഗത്ത് വരണം, ഇടതുഭാഗത്ത്. അപ്പൊ ആദ്യം മുണ്ടിങ്ങനെ വെച്ചിട്ട് ഒരു കര വലത്തേക്ക് പിടിക്കണം, വലത്തതിനെ മുന്തിക്കലായി. ഈ സുന്നത്ത് എപ്പോഴാണ് നമ്മൾ ഒഴിവാക്കുന്നത്? പറ. കുളിമുറി കയറുമ്പോൾ മുഴുവൻ ഒന്നുമില്ലാതെ തന്നെ കുളിക്കുന്നത്, തോരത്തെടുത്തോണ്ടല്ലേ? നമ്മൾ തോറത്തെടുത്ത് ഉടുത്തതിന് ശേഷമാണ് അടുത്ത മുണ്ട് മാറ്റുന്നത്. തിരിച്ചു കുളിച്ചു കഴിഞ്ഞാൽ ആ മുണ്ട് എടുത്ത് വേറെ പുതിയ മുണ്ടെടുത്ത് അരയിൽ വെച്ചിട്ടാണ് തോറത്ത് മാറ്റുന്നത്.
നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ റയറായിട്ട് മാത്രമേ ആ കാര്യം ആ മുണ്ട് നമ്മൾ മാറ്റുന്നുള്ളൂ, വളരെ കുറഞ്ഞ സമയങ്ങളിൽ. അപ്പൊ അത്രയും സമയം നമുക്കൊരു സുന്നത്ത് കിട്ടിക്കൊണ്ടിരിക്കാൻ നിസാരമായി ആരും അത് തള്ളരുത്. അങ്ങനെയൊക്കെ കുറെ സുന്നത്തുണ്ട്. ഒരിക്കൽ ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സുന്നത്തുണ്ട്. ഇപ്പൊ ഞാൻ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ എന്റെ കൂടെ എത്രയോ പേര് നിസ്കരിക്കും, ലോകത്ത് എവിടെയെല്ലാം നിസ്കരിക്കും. ഞാൻ ഭക്ഷണം കഴിക്കുന്ന വലത് കൈ ഉണ്ടാണെങ്കിൽ അത് എത്രയോ പേര് അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ഞാൻ ഒരിക്കൽ അത് ചെയ്താൽ പിന്നെ അപ്പോ വേറെ ആർക്കും ലോകത്ത്, അമേരിക്കയിലും ന്യൂസിലാൻഡിലും സ്വിറ്റ്സർലാൻഡിലും ഫിൻലാൻഡിലും ജപ്പാനിലും യൂറോപ്പിലും ലോകത്ത് ഒരു സ്ഥലത്തും ഒരാൾക്കും അത് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചെയ്യുമ്പോ അങ്ങനത്തെ ഒരു സുന്നത്തുണ്ട്. അതേത് സുന്നത്ത്? നോക്കട്ടെ, കടപ്പുറത്തുള്ള നമുക്ക് ചില ആളുകൾക്ക് അറിയാം, പറയാത്തതാ. ഏതാ സുന്നത്ത്? ഞാൻ ഇപ്പോ അത് ചെയ്താൽ ലോകത്ത് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. ഹജറുൽ അസ്വദിലെ മുത്തല്, അത് സുന്നത്തായ കർമ്മല്ലേ? ഞാൻ ചുംബിക്കുമ്പോ ലോകത്ത് വേറെ ആർക്കും അത് ചുംബിക്കാൻ പറ്റില്ല. ഇനി ഹജറുൽ അസ്വദ് മുത്താൻ ഭാഗ്യം കിട്ടിയാൽ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചോളി, പടച്ചോനെ, നിന്റെ ഭൂമിയിൽ കോടാനകോടി ജനങ്ങളിൽ ഈ സ്വർഗത്തിന്റെ കല്ലിൽ ഇപ്പൊ മൂക്ക് വെച്ചിട്ടുള്ളത് ഞാൻ മാത്രമാണ്. ലോകത്തൊരു മഖ്ലൂക്കും ഇപ്പൊ അത് ചെയ്യുന്നില്ല. ചെറിയ കാര്യമല്ല. നമ്മളൊക്കെ ചിലപ്പോൾ തള്ളല്ലേ, ഉന്തല്ലേ, ആളല്ലേ, മിസ്രികളുടെ ഇടയിൽ, പാകിസ്ഥാനികളുടെ ഇടയിൽ, അതുപോലെ ഇറാനികളുടെ ഇടയിൽ, സൗദിയുടെ ഇടയിലൊക്കെ നമ്മൾ ഇച്ചിരി വന്ന് നമ്മൾ ചെന്ന് നിന്ന് കൊടുത്താൽ തോണ്ടിയങ്ങ് എറിയും, അതുകൊണ്ട് പോണ്ടാന്നൊക്കെ പറഞ്ഞ് മാറിയിരിക്കുന്നവരുണ്ട്. ഹജറുൽ അസ്വദിനൊന്നും മുത്താൻ പറ്റാതെ ഇവിടെ നിന്ന് മരിച്ചുപോയാളുടെ രംഗമൊന്നും ആലോചിച്ച് നോക്കി. കിട്ടുന്ന അവസരത്തിൽ പോകണം. മുഹറം, എനിക്ക് ഈ ഉംറ കച്ചവടമൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട. ഞാൻ ഇതിനൊക്കെ എതിർക്കുന്ന ആളാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ഇവിടെ നിന്ന് ആരെങ്കിലും എൻ്റെ കൂടെ വരുന്നെങ്കിൽ 50 പേര് പാസ്പോർട്ട് കൊണ്ടുവരും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾ വണ്ടന്മാരാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ അതിനെ എതിർക്കുന്ന ആളാണെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഉംറയ്ക്ക് കൊണ്ടുപോകാൻ ഇങ്ങനെ ഗ്രൂപ്പുകൾ വന്നത് കൊണ്ടുള്ള ഭാഗ്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അൽഹംദുലില്ലാഹ് ഉംറ ചെയ്യാൻ പറ്റി. ഹജ്ജിന് പോകുമ്പോ ഗവൺമെന്റിൽ കൊടുത്താൽ ഞാൻ എതിർത്ത് പറയുന്നതല്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് ആ ഒരു അമീർ ഇല്ലാതെ. പക്ഷെ നമ്മള് ഇരട്ടി പൈസ കൊടുത്താണെങ്കിലും ഹജ്ജ് കമ്മിറ്റിയിലും പോകേണ്ടവര് പോകണം, ഞാൻ എതിർക്കുന്നതല്ല. ഇനി അതൊരു വിവാദമാവണ്ട. പ്രൈവറ്റ് ഗ്രൂപ്പുകളിൽ പോയി കഴിഞ്ഞാൽ അമീറന്മാരുണ്ട്, നല്ല ഭക്ഷണമുണ്ട്, ഹറമിനടുത്താണ് താമസം. നമുക്ക് ഇബാദത്തിനൊക്കെ അവസരം കിട്ടില്ല. നല്ല അവസരമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതൊക്കെ അങ്ങനെ അതിന്റെ വഴിക്ക് നടക്കട്ടെ. സുന്നത്തായ പല കാര്യങ്ങളും ഉപേക്ഷിക്കുന്നവരാണ് തലമറയ്ക്കാതെ നടക്കുന്ന ചെറുപ്പക്കാരെ. പ്രിയപ്പെട്ടവരെ, തലമറയ്ക്കുക എന്ന് പറയുന്നത് ഒരു മുസൽമാന്റെ അടയാളമാണ്. തലമറയ്ക്കുക അതൊരു സുന്നത്തായ കർമ്മമാണ്. നിസ്കാരത്തിൽ പോലും എത്രയോ ചെറുപ്പക്കാര് തലമറയ്ക്കാറില്ല. ആലോചിക്കണേ, ഫർളായതൊന്നുപോലും ഉപേക്ഷിക്കില്ല, പക്ഷേ സുന്നത്ത് പലതും ഉപേക്ഷിക്കുകയാ. എന്താമത്തെ അടയാളം ഏതെന്നറിയോ? അവര് ഹറാമായ കാര്യങ്ങളൊന്നും അവര് ചെയ്യൂല, പക്ഷേ കറാഹത്തായ പല കാര്യങ്ങളും അവരറിയാതെ ചെയ്തു പോകുന്നവരാ. അവരാണ് മുഖ്തസദീങ്ങൾ, മധ്യനിലപാടിലുള്ളവര്, മിഡിൽ ലെവലിലുള്ളവര്. അവരാണ് 30% വരുന്ന സമുദായത്തിൽ 100 പേരിൽ അവര് തന്നെയാണ്. സഹോദരങ്ങളെ, അവരുടെ അടയാളം നിർബന്ധമായതൊന്നും ഉപേക്ഷിക്കില്ല, സുന്നത്തുകൾ പലതും വിട്ടുപോകും, ഹറാമൊന്നും ചെയ്യില്ല, പക്ഷേ കറാഹത്ത് പലതും ചെയ്തു പോകും. വലത്തോട്ട് തുപ്പുന്നത് കറാഹത്താ, മുമ്പിലോട്ട് തുപ്പുന്നത് കറാഹത്താ. സഹോദരങ്ങളെ, നിന്ന് വെള്ളം കുടിക്കുന്നത് കറാഹത്താ. ഇതുപോലുള്ള കറാഹത്തുകൾ ജീവിതത്തിൽ ചെയ്യുന്നവരാണ്. അവരെ ഹറാം ഒരു പക്ഷേ ചെയ്യുന്നവരല്ലായിരിക്കാം. ഇവരാണ് മുഖ്തസദീങ്ങൾ. അള്ളാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സഹാബത്ത് അത്രയും സൂക്ഷ്മതയോടെ കഴിഞ്ഞവരാ. എന്തിനാ സഹാബത്തിന്റെ കാലത്തിലുള്ളവരെ പറയുന്നത്? ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ ജീവിച്ചിരുന്ന ഇതേ മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ പോലും ഇല്ലാത്ത ഒരു സ്ഥലമുണ്ടറിയുമല്ലോ. അവിടെ ഇന്നും എന്റെ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവരെ, അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹീസുന്ന ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് നവ്വറല്ലാഹു മർഖദാ മഹാനവറുകളുടെ ജീവിതം നിങ്ങൾക്കറിയോ? ഒരു കറാകത്ത് പോലും ചെയ്യാത്ത ജീവിതമാണ്. ഒരു കറാകത്ത് പോലും ചെയ്യാത്ത ജീവിതമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെക്കൻ ജില്ലകളിൽ വന്നാൽ തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവി എന്ന് പറഞ്ഞൊരു മഹാപണ്ഡിതന് ജീവിച്ചിരുന്നു. ആ പണ്ഡിതന്റെ ഖബറും അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹവും ജീവിതത്തിൽ ഒരു കറാകത്ത് പോലും ചെയ്യാത്തയാളാ. എത്രയോ വിശുദ്ധമായ ജീവിതം നയിക്കുന്ന മഹാപണ്ഡിത കേസരികൾ, ധീരകേസരികൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കറാകത്ത് പോലും ചെയ്യാറ്, ഒരു സുന്നത്ത് ഒഴിവാക്കാതെ ജീവിക്കുന്ന മഹാരഥന്മാർ, അവരുടെ പദവി അല്ലാഹു പറയുന്നു ഖുർആനിന്റെ രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള അവകാശികളാ. അവർക്ക് നാളെ പരലോകത്ത് എങ്ങനെയാണ് നേരിടേണ്ടതെന്നറിയോ? യുഹാസബൂന ഹിസാബൻ യസീറാ. അല്ലാഹുവിന്റെ കോടതിയിൽ പേരിനൊരു വിചാരണ, ഒരു ലഘുവായ വിചാരണ മാത്രമേ അവരെ നേരിടേണ്ടി വരികയുള്ളൂ. തൊട്ടടുത്ത എയർപോർട്ട് ഏതാണ്? കരിപ്പൂര് വിമാനത്താവളം. കുറച്ചങ്ങോട്ട് പോയാ നെടുമ്പാശ്ശേരി. അവിടെ നിന്നും പോയാ പ്രിയപ്പെട്ടവരെ നമുക്കറിയുമല്ലോ തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട്. ഇങ്ങോട്ട് പോവാണെങ്കിൽ കണ്ണൂർ എയർപോർട്ട്. ഈ എയർപോർട്ടുകളിലെ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ നിങ്ങൾ ചെന്ന് നിൽക്ക്. പള്ളിയിലെ ഇമാമാണ്, കാളിയാണ്, അതൊക്കെ അങ്ങ് വീട്ടിൽ പറഞ്ഞാൽ മതി, പള്ളിയിൽ പറഞ്ഞാൽ മതി. ഇവിടെ വന്ന കൈ പൊക്കണം, കാല് പൊക്കണം, അവര് പറയുന്നത് പോലെ ഒക്കെ നിന്ന് നോക്കണം, തിരിഞ്ഞീക്കണം, അങ്ങനെ നിൽക്കണം, ഇങ്ങനെ നിൽക്കണം, എന്തൊക്കെ പരിശോധിക്കണം പറ്റോ അതൊക്കെ പരിശോധിക്കും. പിന്നെ നമുക്ക് തൊപ്പിയൊക്കെ ഉണ്ടെങ്കിൽ തൊപ്പി എടുപ്പിക്കും, ദാടി ഉണ്ടെങ്കിൽ ദാടി ഇടയിൽ കയറ്റി നോക്കും, അങ്ങനെയൊക്കെ പരിശോധന നടത്തും. അതേസമയം നമ്മൾ എന്തുകൊണ്ടാണ് അവരുടെ മുന്നിൽ വാലിമീങ്ങളാണ്, എന്നാൽ അവരുടെ മുന്നിൽ മുഖ്തസ്രീങ്ങളായ ഒരു കൂട്ടം ആളുകളുണ്ട്. ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് സമയമായി. എല്ലാ പാസഞ്ചറും കയറി. ടേക്ക് ഓഫിന് ടൈം ആകുന്ന സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി, അത് ഇപ്പോഴത്തത് അപ്പോഴത്തെന്നുള്ള വിഷയമല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായാലും അദ്ദേഹത്തെ നേരെ കൊണ്ടുവരുന്നു, സീറ്റിലിരുത്തുന്നു, ഫ്ലൈറ്റ് പോകും. ഡൊമസ്റ്റിക്കിന്റെ കാര്യം ഞാൻ ഈ പറയുന്നു. അദ്ദേഹത്തിന്റെ പേരിനൊരു ടെസ്റ്റ്, ഒരു പരിശോധന, പേരിന് അതാണ് മുഖത്തസിദ്. അതാണ് മുഖത്തസിദ് അവരുടെ കണ്ണിൽ. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പരിശോധന, പേരിനൊരു പരിശോധന. നാളെ പരലോകത്തൊരു പേരിനൊരു വിചാരണ. ആയിഷ ബീവി ചോദിച്ചല്ലോ, നബിയേ ഹിസാബ് യസീർ എന്ന് പറഞ്ഞാൽ എന്താണ് റസൂലേ, പറഞ്ഞു തരുവോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, പേരിനൊരു വിചാരണയാണ് ആയിഷ. അതല്ല, ഒരാളെ നിർത്തി അല്ലാഹു തആല പരിശോധിക്കാൻ തുടങ്ങിയ അവന് പെട്ടതു തന്നെ. അതുകൊണ്ടാണ് നാട്ടില് ഈ എന്താ സ്ഥലത്തിന്റെ പേര്, എളാരംകടപ്പുറം എന്ന് പറയുന്ന ഈ പ്രദേശത്തെ സാധുവായൊരു മനുഷ്യൻ, ഒരു കോടീശ്വരനായ ഒരു മനുഷ്യൻ, രണ്ടുപേരും മരിച്ച് അള്ളാന്റെ മുമ്പിലെത്തിയാൽ എളാരംകടപ്പുറത്തുള്ള സാധുവിനെ അല്ലാഹു തആല സിറാത്തിന്റെ മുമ്പിൽ വെച്ച് മലായിക്കത്തുകൾ എന്നോട് ചോദിക്കും, എന്താ ഉള്ളത്? എന്താ SKSF ഒരു 3 സെന്റ് ഭൂമി തന്നു, SOSന്റെ പ്രവർത്തകർ ഒരു വീടും വെച്ച് തന്നു, നാട്ടുകാര് അതിന് കറണ്ടിന് ബില്ലും അടച്ചു, അവര് തരുന്ന ഭക്ഷണം കഴിച്ച് നടന്നു. ഈവൻ സാലിഹാണോ? കയറിപ്പോയ്ക്കോ. ചോദ്യങ്ങളൊന്നുമില്ല. കാരണം അവരത് ചോദിക്കാൻ വേറെ ഒന്നുമില്ലല്ലോ, പേരിന് ചോദിച്ചു. അപ്പോഴാണ് എളാരംകടപ്പുറത്തെ കോടീശ്വരം വന്നത്. നിനക്കെന്തുണ്ട്? എളാരംകടപ്പുറത്ത് ഒരു 10 സെന്റ്, താനൂര് ഒരു 10 സെന്റ്, തിരൂര് ഒരു കട, പരപ്പനങ്ങാടിയിൽ ഒരു ഷോപ്പ്, കോഴിക്കോട് അതിന്റെ പണി നടക്കാൻ. അപ്പോഴാണ് ഞാൻ മരിച്ചത്. അങ്ങനെ ഓരോന്ന് എണ്ണി പറയും. അപ്പൊ അള്ളാഹുവിന്റെ മലക്കൾ ചോദിക്കും, അത് എവിടെ നിന്ന് സമ്പാദിച്ചു, അത് എങ്ങനെ കിട്ടി, അതിന്റെ സക്കാത്ത് കൊടുത്തു, അതിന്റെ മുതലാളിത്ത ബാധ്യത വീഡിയോ, അതിന്റെ രജിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു, അതിനെങ്ങനായിരുന്നു നീ കൈമടക്ക് കൊടുത്തത്, അതിന് അവിടെ നിന്ന് നീ അതെങ്ങനെ നീ ഒപ്പിച്ചത്, ഇതെല്ലാം ചോദിച്ച് 40 വർഷം പൂർത്തിയാവും. 40 വർഷം പൂർത്തിയാവും. അപ്പൊ ചിന്തിക്കും, ഓടി നടന്നാ പോരെ, 40 വർഷത്തെ കേസല്ലേ ഉള്ളൂ. 40 വർഷം എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊക്കെ പോവായിരിക്കും. എല്ലാവരും ഒരുമിച്ച് കൂടുന്ന മനുഷ്യരല്ലേ. ഞാനിവിടെ വരാൻ വേണ്ടിയിട്ട് 10, 10:30, 11, 12 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് വരുന്നത് ഇപ്പോഴത്തെ റോഡിന്റെ സാഹചര്യത്തിൽ.
അതേസമയം എയർപോർട്ടിൽ ദുബായിലോ ഏതെങ്കിലും എയർപോർട്ടിലാണ് നമ്മൾ ചെന്ന് പെട്ടുപോയതെങ്കിലോ 12 മണിക്കൂർ രണ്ട് പിന്നെ ഏതെങ്കിലും ഷോപ്പിൽ കയറി 2 സ്പ്രേ ഒക്കെ അടിച്ച് ബാത്റൂമിൽ കയറി ഒക്കെ ഫ്രഷായി വെളിയിറങ്ങുമ്പോഴേക്ക് 10 മണിക്കൂർ തീരും. നമ്മൾ കരുതുന്നത് എന്താണ്? അള്ളാഹുവിന്റെ കോടതിയിൽ പോയി കഴിഞ്ഞാൽ 40 അതൊക്കെ പെട്ടെന്ന് പോകും. എങ്ങനെ പോകും? അവിടത്തെ ഒരു ദിവസം ഇവിടത്തെ എത്ര കണക്കെന്നറിയോ? എത്ര അവിടത്തെ ഒരു ദിവസം ഇവിടത്തെ എത്ര ദിവസമുണ്ട്? രേഖ വേണം. മിഖ്ദാറുഹു 50,000 സന, മിഖ്ദാറുഹു 50,000 സന. അവിടത്തെ ഒരു ദിവസം ഇവിടത്തെ 50,000 വർഷമാ. അവിടത്തെ ഒരു ദിവസം ഇവിടത്തെ 50,000 വർഷമാ. അങ്ങനത്തെ 40 വർഷം ഒന്ന് കൂട്ടി നോക്ക്. ബുദ്ധി മരവിച്ചു പോവും. കാൽക്കുലേറ്ററിൽ നിൽക്കൂല, കാൽക്കുലേഷനിൽ നിൽക്കൂല. അവിടത്തെ ഒരു ദിവസം ഇവിടത്തെ 50,000 വർഷം. അങ്ങനത്തെ 40 കൊല്ലം അവിടെ നിൽക്കേണ്ടി വരും. എന്നിട്ട് പണക്കാരന് സ്വർഗത്തിൽ പോകാൻ കഴിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, വിചാരണ ലഘുവാവുക എന്ന് പറഞ്ഞാൽ പേരിനൊരു വിചാരണ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളാ വിഭാഗത്തിൽ ചേർക്കണേ അല്ലാ. ഇനി മൂന്നാമത്തെ വിഭാഗം ഏതെന്നറിയോ? പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുകയാണ്, വമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്. ഇനി മൂന്നാമത്തെ വിഭാഗത്തെ അല്ലാഹ് പരിചയപ്പെടുത്തുകയാ. അല്ലാഹുവിന്റെ പ്രത്യേകമായ തൗഫീഖ് കൊണ്ട് നന്മയിലെ മുന്നേറിയവനാ, നന്മകളിലെ സുഹൃതങ്ങളിലെ മുന്നേറിയവനാ. പ്രിയപ്പെട്ടവരെ, അവരുടെ അടയാളം എന്തെന്നറിയോ? നേരത്തെ 2 കൂട്ടരുടെയും അടയാളം നിങ്ങൾ മറക്കരുത്. മൂന്നാമത്തെ നന്മയിലെ മുന്നേറിയവരുടെ അടയാളം എന്തെന്നറിയോ? അവര് നിർബന്ധമായതും സുന്നത്തായതും ഒക്കെ ചെയ്യുന്നവരാ. ഒരു നിർബന്ധമായതും ഒഴിവാക്കൂല, ഒരു സുന്നത്തായതും അവർ ഒഴിവാക്കൂല. ഹറാമായതൊന്നും അവർ ചെയ്യൂല, കറാഹത്തായതൊന്നും അവർ ചെയ്യൂല. പ്രിയപ്പെട്ടവരെ, കൂട്ടത്തിൽ വൽ മുബാഹ, അല്ലാഹ് അനുവദിച്ച പല കാര്യങ്ങളും അവർ ചെയ്യൂല. മനോഹരമായൊരു വീട് വെക്കൽ അല്ലാഹു അനുവദിച്ചതാണ്. പക്ഷേ അമ്പരചുംബിയായ വീട് വെക്കാൻ അവർ തയ്യാറാവൂല. അവർ പറയും, എന്റെ വീട് ആഖിറത്തിലാണ്. വർണ്ണ നിറത്തിലുള്ള രുചി കൂട്ടുകളിലുള്ള വൈവിധ്യമുള്ള ഭക്ഷണം ഹലാലാണ്, അല്ലാഹ് അനുവദിച്ചതാണ്. ചില മഹാന്മാരോട് ചോദിക്കണം, നിങ്ങൾക്ക് നല്ല ബിരിയാണി ഉണ്ട് തരട്ടെ? അവര് ദേഷ്യപ്പെടും. അവർക്ക് അനുവദിച്ചതാണ്. പക്ഷേ അവര് പറയുന്നതെന്താണ്? ഇങ്ങനെയുള്ള ഭക്ഷണം എനിക്ക് അല്ലാഹു സ്വർഗത്തിൽ തരും, എനിക്ക് വേണ്ട. അല്ലാഹ് അനുവദിച്ച കാര്യങ്ങൾ പോലും പലതും ഒഴിവാക്കുന്നവരാ. അവര് തസവ്വുഫിന്റെ ഉന്നതമായ മേഖലകളിൽ എത്തപ്പെട്ടവരാണ്. അവര് 10% ഉള്ളൂ. സഹോദരങ്ങളെ, അവരുടെ പരലോകത്തിന്റെ അവസ്ഥ എന്തെന്നറിയോ? യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്. വിചാരണ ഇല്ലാതെ സ്വർഗത്തിലേക്ക് പോകുമെന്നാ. അവര് വിചാരണ ഇല്ലാതെ സ്വർഗത്തിലേക്ക് പോകുമെന്നാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് അല്ലാഹു തന്ന, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് അനുവദിച്ച ആയുസ് എത്രയാണോ ആ കാലയളവിൽ വിശുദ്ധ ഖുർആനിനെ നെഞ്ചോടൊന്ന് ചേർത്ത് വെക്കാൻ, ആ ഖുർആനിനെ ഒന്ന് അണച്ചു പിടിക്കാൻ, ആ ഖുർആനിനെ ഒന്ന് വാരി പുണരാൻ, ആ ഖുർആനിനെ ഒന്ന് നെഞ്ചോട് ചേർത്ത് വെക്കാൻ, ആ ഖുർആൻ എന്റെ ഇമാമാണെന്ന് ഉറപ്പിച്ചു പറയാൻ. എളാനം കടപ്പുറത്തുള്ള നിങ്ങൾ മരിച്ചു 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 ഖബറിലേക്ക് കൊണ്ടുവച്ചപ്പോൾ 2 മലക്ക് വന്നിട്ട് ചോദിച്ചു, വമാ ഇമാമുക? ഇപ്പാരാ ഇമാമ്? അത് ഇർഷാദ് വാഫിയ. ഇടി 10 അധികം കിട്ടും. ഇടി ഉറപ്പാണ്. പിന്നെ ആരെ പറയണം? വൽ ഖുർആനു ഇമാമി. എന്റെ ഇമാമു ഖുർആനാണ്, എന്റെ ഇമാമു ഖുർആനാണ്. ഈ ഖുർആൻ ഖബറിൽ മുതൽ തുടങ്ങണം. ആ ഖബറിൽ നിന്ന് നമ്മളെ ഖുർആൻ ഇമാമായി നമ്മൾ നേരെ സിറാത്ത് പാലത്തിന്റെ അടുത്തെത്തുമ്പോ ഈ ഖുർആൻ അവിടെ വരും. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ വരും. എന്നിട്ട് പറയും, പടച്ചവനെ, ഞാൻ ഇവന്റെ അടുക്കലേക്ക് പോകുമ്പോഴല്ലോ എന്നെ എടുത്തവന് ഓതി പാരായണം ചെയ്തു റബ്ബേ, എന്നെ നോക്കിയിട്ടവന് ജീവിച്ചു റബ്ബേ.
എപ്പോഴും എന്നോട് ആദരവായിരുന്നു റബ്ബേ. അതുകൊണ്ട് ഇവനെ എനിക്ക് സ്വർഗത്തിൽ തരണേ അല്ലാ. നാളെ ഖുർആൻ ശുപാർശകനായി വന്ന് പരലോകത്തെ നമ്മളെ കൈപിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് നബിയുൽ ഹറമൈനി ഇമാമുൽ മുത്തഖീൻ ത്വാഹ റസൂലുള്ളാഹ്. എത്ര ഭാഗ്യമാണ്. അപ്പൊ ഖബറിൽ മറുപടിയും പറഞ്ഞ് സിറാത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഈ ഖുർആനിനെ ഖബറിൽ വെച്ച് നീ ആരാ എന്ന് ചോദിച്ചാ പോരാ. ഇവിടെ ആ ഖുർആനുമായിട്ടൊരു ബന്ധം ഉണ്ടാവണം. ആ ഖുർആനുമായിട്ട് ഇവിടെ ഒരു ബന്ധം ഉണ്ടാക്കണം. ആ ബന്ധം എങ്ങനത്തെ ബന്ധമാണ്? ഭർത്താവ് മരിക്കുമ്പോ ഓതാൻ എടുത്ത് പൊടി തട്ടിക്കൊടഞ്ഞാൽ പോരാ. വാപ്പ മരിച്ചപ്പോ എടുത്തിട്ട് പേജ് ഏതാന്ന് നോക്കിയിട്ട് മടക്കി തിരികെ വെച്ചാൽ പോരാ. ഖുർആൻ വായിക്കാനുള്ളത് മാത്രമല്ല, പ്രസംഗിക്കാനുള്ളത് മാത്രമല്ല, ഖുർആൻ ബറക്കത്തെടുക്കാനുള്ളത് മാത്രമല്ല, ഖുർആൻ ജീവിക്കാനുള്ളതാണ്. ആദ്യത്തെ അധ്യായത്തിന്റെ പേരെന്താ? ഖുർആൻ എടുക്കുമ്പോ ആദ്യത്തെ അധ്യായത്തിന്റെ പേര് തിരുവനന്തപുരത്ത് സൂറത്തുൽ ഫാത്തിഹ. മലപ്പുറത്ത് അങ്ങനെയല്ലേ? നിങ്ങൾ ഈ പിണങ്ങിയിരിക്കുന്നുണ്ടോ വിചാരിക്കും ഞാനാണ് ഈ തെരഞ്ഞെടുപ്പ് കൊണ്ടുവന്ന് വിചാരിക്കും. സൂറത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞ ആമുഖ പുസ്തകം മാറ്റിവെക്കും, അവിടെ മാറ്റിവെക്കും. ഖുർആനിനകത്തുള്ള എല്ലാത്തിന്റെയും ആമുഖമാണ് ഫാത്തിഹ. പിന്നെയുള്ള അധ്യായത്തിന്റെ പേര് സൂറത്തുൽ ബഖറ. അർത്ഥം എന്താ? ബഖറ എന്ന് പറഞ്ഞാൽ പശു. പശു മൃഗമല്ലേ? ഏറ്റവും അവസാനത്തെ അധ്യായം ഏതാ? അന്നാസ്. അർത്ഥം എന്താ? മനുഷ്യൻ. അപ്പൊ എന്തിൽ തുടങ്ങി? മൃഗത്തിൽ. എന്തിൽ അവസാനിച്ചു? മനുഷ്യൻ. എന്താ ഈ ഖുർആൻ നമ്മോട് പറയുന്നറിയോ? എന്താണ്? മൃഗതുല്യനായി ജീവിക്കുന്ന നിന്നെ മനുഷ്യനായി ജീവിക്കാൻ ഞാൻ നിന്നെ പ്രേരിപ്പിക്കും. അത് ബറക്കത്തായിട്ട് ബിസ്മീൻ ചൊല്ലി ടിവിയുടെ മുകളിലോ പാസ്പോർട്ടിന്റെ അടിയിലോ മൊബൈലിന്റെ അടിയിലോ കൊണ്ടുവച്ചാൽ പോരാ. ഈ ഖുർആൻ ആർക്കാണ് രക്ഷപ്പെടുന്നത്? 17 പ്രാവശ്യം ഞാൻ അവസാനിപ്പിക്കുകയാണ്. 17 പ്രാവശ്യം നമ്മൾ ചോദിക്കുന്നുണ്ട് നിസ്കാരത്തിൽ നിർബന്ധമായി, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാ എനിക്ക് നീ ഹിദായത്ത് താ അല്ലാ. 17 വട്ടം നിർബന്ധമായി ചോദിക്കുന്നു, എനിക്ക് ഹിദായത്ത് താ അല്ലാ. ആ സമയത്ത് അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ പറയുന്നു, ആർക്കാണ് ഹിദായത്ത് കൊടുക്കുന്നതെന്നറിയോ? അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ ഈ ഖുർആൻ ഹാദിയാകൂ. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ ഈ ഖുർആൻ ഹാദിയാകൂ എന്ന് പറഞ്ഞാൽ അവർക്ക് മാത്രമേ ഈ ഖുർആൻ വഴി കാണിക്കൂ. അപ്പൊ ഇവിടെ നമുക്ക് ഖുർആൻ വഴി കാണിക്കണമെങ്കിൽ മുത്തഖീങ്ങളാകണം. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തഖ്വയുള്ളവരാകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ തഖ്വയിൽ ജീവിച്ച് ഖുർആൻ ഹാദിയായി നാളെ ഖബറിൽ ഇമാമാണ് എന്ന് ഉറക്കെ നമുക്ക് പറയാൻ, സ്വർഗത്തിൽ കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഗ്രന്ഥമായി മാറാൻ, ഖുർആൻ നമ്മുടെ നായകനായി മാറാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ.